Hi my dear viewers, ഞാൻ ഷംന ഷാനവാസ് നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2 പവൻ്റെ അഥവാ 16 ഗ്രാമിൻ്റെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പാദസരങ്ങളാണ്. വലിയവർക്ക് പറ്റിയ പാദസരങ്ങളാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് ഇട്ട് നമുക്ക് ഡെയിലി നമുക്ക് ഇടാൻ പറ്റും. നമുക്ക് 1 പവനിലൊന്നും നമുക്ക് ചില ഡിസൈൻസൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. 2 പവൻ വന്നപ്പോഴത്തേക്കും അടുത്ത അടിപൊളി മോഡൽസൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെട്ടാലോ. ഞാൻ ആദ്യം തന്നെ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറേ മോഡൽസ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ആദ്യം നമുക്ക് കാണാം, നമുക്ക് ഹൈവേ ചെയിൻ ഉണ്ട്. കുറേ ചെയിനുകളുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഫസ്റ്റ് നമുക്ക് ഹൈവേ ചെയിൻ കാണാം. ഹൈവേ ചെയിൻ ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ചെയിൻ. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, അടിപൊളി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എല്ലാ ചെയിനും സൂപ്പറാണ്. പക്ഷെ നല്ല ഫ്ലെക്സിബിളും നല്ല ഒരു ഗ്ലേസിങ്ങും വെച്ച് നോക്കിയാൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഹൈവേ ചെയിൻ ആണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈവേ ചെയിനിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. നോക്കിക്കേ, നമുക്ക് ഹൈവേ ചെയിൻ നോക്ക്, നല്ലതായിട്ട് ഗ്ലേസിങ് ആയിട്ട് നല്ലൊരു മോഡലിൽ വരുന്നതാണ്. ഞാൻ കാലി വെച്ച് തന്നെ, കാലി ഇട്ട് തന്നെ ഉണ്ടാകും കാണിക്കുന്നത്. നല്ല ഫ്രണ്ടിലും സൈഡിലോട്ട് ഇട്ട് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാം. അത്യാവശ്യം 10.5 ഇഞ്ചിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് 10.5 ഇഞ്ച്, ഞാനിവിടെ സ്കെയിൽ എടുത്ത് വെച്ചാണ് അളവ് അറിയാൻ വേണ്ടി. നോർമലി 10.5 ഇഞ്ച്. ഇപ്പം നമുക്ക് അളവ് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കണം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. 10.5 ഇഞ്ചിലാണ് നമുക്ക് ഷോപ്പിലെല്ലാം നമ്മൾ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുന്നത്. കണ്ടല്ലോ, അത്യാവശ്യം നല്ല കൊളുത്തൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ്. ഇടുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഹൈവേ ചെയിൻ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ പരന്ത ചെയിനിലേക്ക് പോകാം. പരന്ത ചെയിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അത്യാവശ്യം നല്ല പരന്ന് കിടക്കണ തന്നെ ചെയിനാണിത്. അത്യാവശ്യം നല്ലതായിട്ടല്ലേ, നല്ലതായിട്ട് പരന്ന് നമുക്ക് അതിൻ്റെ ഓരോ കണ്ണികളും നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം. ഓരോ ഉള്ളിലെ ഓരോരോ കണ്ണികളും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ലതായിട്ട് ഇങ്ങനെ കോർത്ത് വെച്ചേക്കണ പോലെ നമുക്ക് തോന്നും. നമ്മുടെ ബോംബെ ചെയിനും പരന്നതാണെങ്കിലും നമുക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ചെയിനാണ്, പരന്ന് കിടക്കണ തന്നെ ചെയിനാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഗാംഗുലി ചെയിൻ കണ്ടോ. ഞാൻ ഫസ്റ്റ് കൊളുത്തും കൂടെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൊളുത്തും കൂടെ നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കണേ. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഗാംഗുലി ചെയിനാണ്. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഏകദേശം വരുന്ന ഒരു 86,500 ആയിരിക്കും വരുന്നത്. കണ്ടല്ലോ, നല്ല അത്യാവശ്യം ഫുള്ളായിട്ട് ഇങ്ങനെ വട്ടക്കണ്ണികൾ പോലെ ഫുള്ളും വന്നേക്കുവാണ് നമ്മുടെ ഗാംഗുലി ചെയിനിൽ. ഇട്ടാലും നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ. ഓരോ ഡിസൈനും അതിൻ്റെതായ ഭംഗിയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇടുന്ന അനുസരിച്ച് നല്ല ഭംഗിയിൽ നല്ല ക്യൂട്ടായിട്ട് കറക്റ്റ് അളവിനെടുത്താൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. എല്ലാം 10.5 ഇഞ്ചിലാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഡിസൈനിലോട്ട് പോകാം. അടുത്തത് നമുക്ക് ബോംബെ ചെയിൻ പരിചയപ്പെടാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ബോംബെ ചെയിൻ നല്ല പരന്ന് പണ്ട് തൊട്ടേയുള്ള പാദസര ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ബോംബെ ചെയിനാണ് നോക്കുന്നത് അല്ലേ. അത്യാവശ്യം നല്ല പണ്ട് തൊട്ടേ എല്ലാം പരന്ന് കിടക്കുന്ന ഒരു ഡിസൈനിൽ വരുന്നതാണ്. നല്ല പരന്നിട്ട് തന്നെ നല്ലൊരു ഭംഗിയിൽ നല്ലൊരു, നമ്മൾ നേരത്തെ നമ്മുടെ പരന്ത ചെയിൻ കണ്ടു, പക്ഷേ അതിനേലും നല്ല ഡിഫറെൻ്റ് ആയിട്ട് തന്നെ പരന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ ബോംബെ ചെയിൻ അഥവാ ഉർവശി ചെയിൻ കേട്ടോ. 2 പേരിലും അറിയപ്പെടും. കണ്ടല്ലോ, ഇനി അടുത്തയിലേക്ക് പോകാം. അടുത്തത് നമ്മുടെ ഗാംഗുലിയുടെ തന്നെ ഡബിൾ ലെയറിൽ വരുന്നതാണ്. കണ്ടോ, 2 ലെയറായിട്ട് വരും. ഡബിൾ ഗാംഗുലി എന്നാണ് പേര് വരുന്നത്. കണ്ടല്ലോ, നമ്മൾ ഗാംഗുലി ചെയിൻ ഇങ്ങനെ ഫുൾ വട്ടക്കണ്ണുകൾ പോലെയല്ലേ കണ്ട, അതിൻ്റെ ഡബിൾ ലെയറിൽ വരുമ്പോഴത്തേക്കുമാണ് ഡബിൾ ഗാംഗുലി എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ഹോൾ ബേസ് നമുക്ക് കാണാൻ പറ്റില്ല. എന്തിനാ ഗാംഗുലിയും കൂടെ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കാണിച്ചു തരാം. ഹോൾ ബേസ്, പക്ഷേ രണ്ടും ഡബിൾ ഗാംഗുലി എന്നാണെങ്കിലും പേര് അങ്ങനെയാണെങ്കിലും പക്ഷേ കാണാൻ നല്ല വ്യത്യാസം. ഡബിൾ ലെയറിലാണെങ്കിലും കണ്ടോ, കാണാൻ നല്ല വ്യത്യാസത്തിൽ തന്നെയാണ് വന്നേക്കുന്നത് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഹോൾ ബേസ് ഇല്ലാത്തതുകൊണ്ടും നമുക്ക് നല്ലൊരു വ്യത്യാസം തോന്നും. 2 ചെയിനും തമ്മിൽ നല്ലൊരു വ്യത്യാസത്തിൽ തന്നെ. ഒട്ടും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ കൂടെ അങ്ങനെ കാണില്ല. മറ്റേ നമ്മൾ ഫുൾ ചങ്ങല പോലെ തന്നെയല്ലേ കിടക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഡബിൾ ഗാംഗുലി. ഇനി അടുത്തത് ഡബിൾ സച്ചിൻ അങ്ങനെ നോർമലി നമ്മൾ പാദസരങ്ങൾക്കൊന്നും ഇപ്പോൾ എടുക്കാറില്ല അല്ലേ, ആരും അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ ഡബിൾ സച്ചിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ നമുക്ക് ഡബിൾ സച്ചിനും ഡബിൾ ഗാംഗുലി അങ്ങനെ ഉള്ളവർക്ക് നമുക്ക് ഇതേപോലത്തെ ഒക്കെ ആണെങ്കിലും ചൂസ് ചെയ്യാം. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ സച്ചിൻ്റെ ഡബിൾ ലെയറിൽ വരുന്നതാണ് കണ്ടോ. പക്ഷേ സച്ചിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഗാംഗുലി പോലെയല്ല, ഒരു ഇടക്ക് കുറച്ച് ഗ്യാപ്പിട്ട് കണ്ണുകൾ തമ്മിൽ ചെറിയൊരു നീള വ്യത്യാസത്തിലുണ്ടാകും. അപ്പോൾ ആ ഒരു സച്ചിൻ തന്നെ ഡബിൾ ലെയറിൽ വന്നപ്പോഴത്തേക്കും ആ ഇടക്ക് വരുന്ന ആ ഹോള് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്നാലേ നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഡബിൾ ഗാംഗുലിയും ഡബിൾ സച്ചിനും ഒരേപോലെ ആവൂലേ. കണ്ടല്ലോ. ഇനി വേറൊരു മോഡലാണിത്. നമുക്കൊരു ചെത്ത് ചെയിനിൽ വരുന്ന ഒരു ഡിസൈനാണിത്. 8 കണ്ണി ചെയിനാണ് കേട്ടോ. കണ്ടോ, 8 കണ്ണി മോഡൽ എന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല കട്ടിയിലായിരിക്കും കേട്ടോ. നമ്മൾ ബോംബെയുടെ ആ ഒരു പൊലിമ ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല കട്ടിപ്പണിയിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കും. കണ്ടല്ലോ, നല്ലൊരു കാണാൻ നല്ലതല്ലേ, നല്ല കട്ടിക്ക് കിടക്കുന്ന ഒരു ചെയിൻ ആയതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും അതും കാണാൻ. അപ്പോൾ ഈ ചിലവർക്ക് അധികം പൊലിമ വേണ്ട, നല്ല കട്ടിക്ക് തന്നെ കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മുടെ പരസ്പരം ചെയിൻ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, 1/2 പവൻ തൊട്ട് നമുക്ക് പരസ്പരം ചെയിനുകൾ അവൈലബിൾ ആണ് പാദസരത്തിൽ. പക്ഷേ നല്ല വെയിറ്റ്, 2 പവൻ. ഓരോ വെയിറ്റ് കൂടുന്തോറും നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ, ഇപ്പോൾ ചെയിൻ ആണെങ്കിലും ഹാൻഡ് ചെയിൻ ആണെങ്കിലും പാദസരങ്ങൾ ആരഞ്ഞാണോ എന്തോ ആവട്ടെ, വെയിറ്റ് കൂടുന്തോറും അതിൻ്റെ ഭംഗി നന്നായിട്ട് കൂടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം ചെയിനൊക്കെ നമുക്ക് ഒരു 3/4 പവനിലോ 1 പവനിലൊക്കെ ഇത്രയും ബോൾസ് ഇത്തിരി ചെറുതായിട്ടായിരിക്കും. പക്ഷേ വെയിറ്റ് കൂടുന്തോറും അത് ബോൾസ് വലുതാവുന്നതനുസരിച്ച് അതിൻ്റെ വൈറ്റ് ഗോൾഡ് നല്ലതായിട്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അത്രയും നല്ല ക്യൂട്ടായിട്ടായിരിക്കും ഈ ഒരു ഡിസൈൻ നിൽക്കുന്നത്. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പവനിൽ വരുന്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഇനിയും കുറേ മോഡൽസ് ഉണ്ട്, പക്ഷേ നമുക്കതൊന്നും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല. കുറേ പേര് ചോദിക്കുമായിരുന്നു നമുക്ക് ഈ നമ്മുടെ മുത്തുപാദസരയില്ലേ, മുത്തരഞ്ഞാണം പോലത്തെ മുത്തുപാദസരങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ അതൊക്കെയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടായിരിക്കും, മുത്തത് അടർന്നു പോകും, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത്, നമുക്ക് ഇത്രയും നമ്മൾ പൈസ കൊടുത്തെടുക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസ് എടുക്കണമല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഡിസൈൻസ് ആണ്. നമുക്ക് വീട്ടിലാണെങ്കിലും ഇടാം, ഓഫീസിൽ പോകുമ്പോൾ, ഇപ്പോൾ കോളേജിൽ പോകുന്നവർക്കാണെങ്കിലും ജോലിക്ക് പോകണം, ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ്. 2 പവനിൽ വരുന്ന പാദസരങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നോർമലി 10.5 ഇഞ്ചിൽ തന്നെ വരുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അളവ് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്കെയിലിൽ അളവെടുക്കാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു നൂല് വെച്ചിട്ടാണെങ്കിലും എന്തെങ്കിലും വെച്ചിട്ടാണെങ്കിലും നിങ്ങൾ കാലിൻ്റെ അളവനുസരിച്ച് ജസ്റ്റ് സ്കെയിലിൽ അളവെടുത്താൽ മതി. 10.5 ഇഞ്ചായിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2 പവൻ്റെ പാദസരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പുതിയൊരു ക്യൂട്ട് വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.